നമസ്കാരം. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാരുടെ സമരം 40 ദിവസത്തിനോട് അടുക്കുകയാണ്. 40 ദിവസം കഴിഞ്ഞിട്ടും സർക്കാർ ഈ സമരക്കാരോട് അനുഭാവപൂർണമായ യാതൊരു പരിഗണനയും നൽകിയിട്ടില്ല. സമരക്കാരുമായി ആരോഗ്യമന്ത്രി നടത്തിയ ചർച്ചകളെല്ലാം പരാജയപ്പെട്ടിരിക്കുന്നു. സമരക്കാരുടെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമെന്നത് ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ 5 ലക്ഷം രൂപയുടെ വിരമിക്കൽ സഹായം നൽകണം. ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ. മറ്റ് നിരവധി ആവശ്യങ്ങളുണ്ട്. ഇതിൽ ഓണറേറിയത്തിനായി 10 മാനദണ്ഡങ്ങൾ ഇറക്കിയിരുന്നു. ഈ മാനദണ്ഡങ്ങളടക്കം സർക്കാർ പിൻവലിച്ചിട്ടുണ്ട്. എന്തായാലും സർക്കാരിനെതിരെ വലിയ സമരമാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കഴിഞ്ഞ 40 ദിവസമായി ഈ ആശാ വർക്കർമാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഈ സമരം സെക്രട്ടേറിയറ്റ് ഉപരോധത്തിൽ കലാശിച്ചിരുന്നു. 100 കണക്കിന് ആശമാരാണ് കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റ് വളഞ്ഞത്. ഇങ്ങനെ ആശമാരുടെ സമരം അതിൻ്റെ രൂപവും ഭാവവും ഒക്കെ മാറുകയാണ്. ഇന്നു മുതൽ ആശാ വർക്കേഴ്സിൻ്റെ സമരം നിരാഹാര സമരത്തിലേക്ക് കടക്കുകയാണ്. സമരസമിതിയുടെ ആളുകളും ആശാ വർക്കർമാരുടെ പ്രതിനിധികളുമൊക്കെയാണ് നിരാഹാര സമരം നടത്തുന്നത്. ഇന്ന് അല്പസമയം മുമ്പ് ഈ നിരാഹാര സമരത്തിൻ്റെ ഉദ്ഘാടനം നടന്നു. ഈ നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്തത് ഡോക്ടർ KG താരയാണ്. ഡോക്ടർ KG താര ദുരന്ത ലഘൂകരണ വിഭാഗം മേധാവിയാണ്. മുൻ ദുരന്ത ലഘൂകരണ വിഭാഗം മേധാവിയാണ്. കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സെൻറ്ററിൽ ആണ് അവർ പ്രവർത്തിച്ചു വന്നിരുന്നത്. അവരാണ് ഇന്ന് ആശാ വർക്കർമാരുടെ സമരം, നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഡോക്ടർ KG താര പറഞ്ഞ കാര്യങ്ങളാണ് ബഹുരസം. സത്യത്തിൽ ഇങ്ങനെ ഒരു സമരം ഉദ്ഘാടനം ചെയ്യുമ്പോൾ അവർ യാതൊരുവിധ രാഷ്ട്രീയമായ പരിഗണനകളൊന്നും മുകളിൽ കാണിക്കാതെ, അല്ലെങ്കിൽ അതിൻ്റെ പുറമേ രാഷ്ട്രീയമായ അജണ്ടകളൊന്നും തന്നെ കാണിക്കാതെ നടത്തുന്ന സമരമാണ്. പക്ഷേ പിന്നിൽ ആരൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഡോക്ടർ KG താര സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു സമരം ഉദ്ഘാടനം ചെയ്യുമ്പോൾ ആശമാർ ഈ കേരളത്തിൽ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കേണ്ടത്. അവർക്ക് പ്രതിദിനം 232 രൂപ മാത്രമേ വേതനമായി കിട്ടുന്നുള്ളൂ. ഇതിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ ഇല്ലയോ? അതിന് സർക്കാർ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? കേന്ദ്ര സർക്കാർ എന്ത് ചെയ്യണം? സംസ്ഥാന സർക്കാർ എന്താണ് ചെയ്യേണ്ടത്? സംസ്ഥാന സർക്കാർ ഇവർക്ക് വിരമിക്കൽ ആനുകൂല്യം നൽകേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, അവരുടെ ജോലിയിൽ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച്, പ്രതിസന്ധികളെക്കുറിച്ച് ഇതൊക്കെയാണ് അവർ സംസാരിക്കേണ്ടത്. പക്ഷേ ഡോക്ടർ KG താരയുടെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇനി പറയുന്നതായിരുന്നു. അതായത് ഹിന്ദുക്കളും RSSും സമൂഹത്തിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നു എന്നാണ് അവർ പറഞ്ഞ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം CAA NRC വിരുദ്ധ സമരങ്ങളെക്കുറിച്ചുള്ള വിശദമായ പ്രതിപാദ്യമായിരുന്നു. മൂന്നാമത്തെ കാര്യം കർഷക സമരത്തെക്കുറിച്ചാണ്. നാലാമത്തേത് അവർ പറഞ്ഞത് ഹിന്ദു വർഗീയതയെക്കുറിച്ചാണ്. ഇങ്ങനെയുള്ള പല വിഷയങ്ങളുമാണ് ആശാ വർക്കർമാരുടെ നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഡോക്ടർ KG താര പ്രസംഗിച്ചത്. ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം ഈ ഡോക്ടർ KG താരയുടെ ഉദ്ഘാടന പ്രസംഗം ആദ്യഘട്ടത്തിൽ ലൈവ് കൊടുത്തിരുന്നു. അതായത് കേരളത്തിലെ വാർത്താമാധ്യമങ്ങളുടെ, ദൃശ്യമാധ്യമങ്ങളുടെ ഒരു വലിയ പട തന്നെ സെക്രട്ടേറിയറ്റിന് മുന്നിലുണ്ട്. അവർ ഈ സമരത്തെ വളരെ വലിയ രീതിയിൽ കവർ ചെയ്യുന്നുണ്ട്. ഏറ്റവും സീനിയർ ആയിട്ടുള്ള മാധ്യമ പ്രവർത്തകരാണ് ആശാ വർക്കർമാരുടെ സമരം കവർ ചെയ്യാനായി മാധ്യമ സ്ഥാപനങ്ങൾ നിയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഉദ്ഘാടന പ്രസംഗം ലൈവ് കൊടുത്തിരുന്നു. പക്ഷേ മീഡിയ വൺ ഒഴികെ 10 മിനിറ്റിനുള്ളിൽ എല്ലാ ചാനലുകാരും ഈ ലൈവ് പിൻവലിച്ചു. കാരണം ആ പ്രസംഗത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യാതൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയായിരിക്കാം കാരണം. പക്ഷേ മീഡിയ വൺ ഈ ലൈവ് തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പുറത്തേക്ക് വരുന്നത്. ഈ സമരത്തിൻ്റെ പിന്നിൽ ആര് എന്നുള്ളതിനെക്കുറിച്ച് CPM നേതാക്കൾ, CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള CPM നേതാക്കളും LDFൻ്റെ ചില നേതാക്കളുമൊക്കെ ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത് തീവ്ര മാവോയിസ്റ്റ് സംഘടനകളും അതോടൊപ്പം തന്നെ SDPI, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ ഇസ്ലാമിക മതമൗലികവാദ സംഘടനകളുമാണ് ഈ ആശാപ്രവർത്തകരെ തെറ്റിദ്ധരിപ്പിച്ച് സെക്രട്ടേറിയറ്റ് നടയിൽ കൊണ്ടിരുത്തി സർക്കാരിനെതിരെ സമരം ചെയ്യുന്നത് എന്ന് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ പറഞ്ഞിരുന്നു. അവരുടെ ആ വാക്കുകൾ യാഥാർത്ഥ്യമാണ് എന്ന് തോന്നിക്കുന്ന രീതിയിലായിരുന്നു ഡോക്ടർ KG താരയുടെ പ്രസംഗം. അതായത് നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്യുമ്പോൾ ആശാപ്രവർത്തകരുടെ പ്രതിസന്ധികളെക്കുറിച്ച് പറയേണ്ടതിനു പകരം അവർ ചില തീവ്ര ഇസ്ലാമിസ്റ്റ് സംഘടനകൾ പൊതുസമൂഹത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി ചർച്ച ചെയ്യുന്ന സ്ഥിരം പല്ലവികളുമായി ആണ് രംഗത്തെത്തിയത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ കേരളത്തിൽ നിലനിന്നിരുന്ന കമ്മ്യൂണിസ്റ്റ് ജിഹാദി ഇക്കോസിസ്റ്റം നേരത്തെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന അതേ കാര്യങ്ങളാണ്. ഹിന്ദുക്കളും RSSും ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നു എന്ന് പറയാൻ ഇപ്പോൾ ഇവിടെ എന്ത് സംഭവമാണ് ഉണ്ടായത്? NRCയെക്കുറിച്ചും CAAയെക്കുറിച്ചുമൊക്കെ ഇപ്പോൾ ഇവിടെ പറയാനുള്ള കാരണം
എന്താണ്? അതെല്ലാം പഴകിയ കഞ്ഞിയായി മാറിയ വിഷയങ്ങളാണ്. ഈ വിഷയങ്ങളെല്ലാം ഒന്നുകൂടി സമൂഹത്തിൽ എടുത്തിട്ട് അലക്കി ഇവിടെ ഇസ്ലാമിസ്റ്റുകൾക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നത് ഈ സമരത്തിന് പിന്നിലുണ്ട് എന്ന് പറയുന്നത് അടിവരയിട്ട് ഉറപ്പിക്കുന്നതായിരുന്നു ഇന്ന് ഡോക്ടർ KG താരയുടെ പ്രസംഗം. എന്തായാലും ആശാ വർക്കർമാരുടെ സമരം അത് തീർച്ചയായും അവർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ അവരെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരുത്തിയതാണോ? ഇതിന് പിന്നിൽ ആരൊക്കെയാണ്? ഏതെങ്കിലും തരത്തിലുള്ള മതമൗലികവാദ സംഘടനകളുടെ പിന്തുണയുണ്ടായിരുന്നോ? ഇതെല്ലാം വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടേണ്ട അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ തെളിയപ്പെടേണ്ട കാര്യമാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഈ നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ച ഈ ഡോക്ടർ KG താരയുടെ വാക്കുകൾ തീർത്തും അനവസരത്തിലുള്ളതായിരുന്നു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. Branding partner EduBix Online Executive Education. Focus Physiotherapy Center Pattam. Unnat Engineering Gujarat. Tirthayatra.com. Iron Build Gujarat. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.